ടു യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു വ്ളോഗ് വീഡിയോ ആട്ടോ. സോ ഇവിടെ ജിദ്ദ സീസൺ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 1 month ആയി. അപ്പോൾ ജിദ്ദ സീസണിന്റെ ഭാഗമായിട്ട് ദേ ഹാവ് സ്റ്റാർട്ടഡ് സിറ്റി വാക്ക്. ഓക്കെ, സോ സിറ്റി വാക്ക് സ്റ്റാർട്ടഡ് ഓൺ June 28. അത് August 17th വരെ ഉണ്ട്. അപ്പം എനിക്ക് ഐ ബാഡ്ലി വാണ്ടഡ് ടു ഗോ ദർ. കാരണം ഇവിടെ വന്നിട്ട് അങ്ങനെ വലിയ എന്റർടൈൻമെന്റ് തിങ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഐ ഹേർഡ് ദാറ്റ് ദിസ് ഇസ് സംവാട്ട് സിമിലർ ടു നമ്മുടെ ദുബായിലത്തെ ഗ്ലോബൽ വില്ലേജ് പോലെയൊക്കെയാണ് കേട്ടു. അപ്പോൾ ഐ ബാഡ്ലി വാണ്ടഡ് ടു ഗോ ദർ ആൻഡ് ടുഡേ ഫൈനലി വി ആർ ഗോയിങ് ദർ. അപ്പോൾ ഇവിടുത്തെ ടിക്കറ്റ് അടുത്തുണ്ടായി. ഇറ്റ് ഈസ് ലൈക്ക് 35 riyal for 1 person. അത് ഇറ്റ് ഈസ് വിതൗട്ട് മച്ച് റൈഡ് ഒന്നും കിട്ടില്ല കേട്ടോ. ജസ്റ്റ് ദ എൻട്രി ഫീസ് ഇസ് 35. ഇൻ കേസ് ഇഫ് യു വാണ്ട് ടു യൂസ് എ റൈഡ് or anything like that, then you'll have to go there and pay for that. Okay? അപ്പൊ നമ്മൾ എത്താനായിട്ടുണ്ട്. ഐ ക്യാൻ ഷോ യു. ഐ തിങ്ക് ദിസ് ഇസ് ഇറ്റ്. ഇതിന്റെ ബാക്കിലാ തോന്നുന്നു കേട്ടോ. എടാ ഹായ് പറ. എടാ ഹായ് പറ. ബൈ. അങ്ങനെ ഫൈനലി വി ഹാവ് റീച്ച്ഡ് അവർ ഡെസ്റ്റിനേഷൻ. ഇതായിട്ട് അവരുടെ പാർക്കിംഗ് ഏരിയ. അപ്പോൾ നമ്മൾ മാക്സിമം ഇവിടെ തന്നെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. വേറെ എവിടെയെങ്കിലും ചെന്ന് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും. അതുകൊണ്ട് മാക്സിമം അവരുടെ പാർക്കിംഗ് ഏരിയ തന്നെ വണ്ടി പാർക്ക് ചെയ്യുക. ദിസ് ഇസ് ഫ്രീ ഓഫ് കോസ്റ്റ്. വേറെ എക്സ്ട്രാ ചാർജസ് ഒന്നുമില്ല. ആൻഡ് നൗ കമ്മിങ് ഫോർവേഡ്, ദിസ് ഈസ് ദിയർ മെയിൻ എൻട്രൻസ്. അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ ടിക്കറ്റ്സ് ഒക്കെ സ്കാൻ ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ടിക്കറ്റ്സ് എടുത്തത് വി ബുക്ക് എന്ന് പറഞ്ഞ സൈറ്റിൽ നിന്നാണ് കേട്ടോ. ഇറ്റ് ഇസ് ലൈക്ക് 35 riyal for 1 person excluding the rides. Finally we have reached here. നമ്മൾ കയറാൻ പോകട്ടോ. സോ നമ്മളിപ്പോൾ ഇവിടെ കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ ചൈന കേട്ടോ. എനിക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഏകദേശം ഒരു ഗ്ലോബൽ വില്ലേജ് സെറ്റപ്പ് തന്നെയാണ്. യു ക്യാൻ സീ ഇതിൻ്റെ ഉള്ളിൽ ഫുൾ അവർ ചൈനീസ് തീമിൽ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് വിൽ ഗോ ആൻഡ് എക്സ്പ്ലോർ ചൈന. ഓക്കെ, ഇവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ ലെഫ്റ്റിലും റൈറ്റിലായിട്ട് കുറേ റീറ്റെയിൽ ഷോപ്സ് ഉണ്ട് കേട്ടോ. എൻ്റെ കണ്ണ് ആദ്യം തന്നെ പോയത് ഈ കൊറിയൻ ബ്യൂട്ടി ഷോപ്പിലേക്ക്. ഇവിടെ അവരൊരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു, ഫേസ് മാസ്കിനൊക്കെ നല്ല ഓഫർ ഉണ്ട്, 5 riyal ഉള്ളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും ഒന്ന് നോക്കാൻ വിചാരിച്ച് കയറിയതാണ്. ഞാൻ 2 ഫേസ് മാസ്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു ചാർക്കോളും ഒരു നിയാസിനമൈഡും. പിന്നെ അച്ഛൻ അവിടെ നിന്ന് ഒരു റോസ്മേരി ഓയിലും മേടിച്ചിട്ട് അവർ മുടി വളരാൻ നല്ല പറഞ്ഞപ്പോൾ അച്ഛൻ അതിൽ വീണു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ കുറച്ച് നടന്നപ്പോൾ ഒരു ചോക്ലേറ്റ് ഷോപ്പ് കണ്ടു, ബപ്പ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിലത്തെ ചോക്ലേറ്റ് കിട്ടാനുള്ള ആക്ഷൻസ് ആയിട്ട് കാണുന്നത്. പിന്നെ അച്ഛൻ അവിടെ വെച്ച് വിളിച്ച പാപ്പനെ ഒന്ന് വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നും അല്ല കേട്ടോ, ഈ റോസ്മേരി ഓയിൽ മേടിച്ച കാര്യം വിളിച്ച പാപ്പടൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ നടക്കുമ്പോൾ വിൽ റീച്ച് ദ ഗെയിം സെക്ഷൻ. എനിക്ക് പേഴ്സണലി ഇങ്ങനത്തെ ഗെയിംസും റൈഡ്സൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒരു ഗെയിമും എന്തെങ്കിലും ഒരു റൈഡും ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് നടന്നപ്പോൾ പെട്ടെന്ന് അച്ഛനായിട്ടിനെയും കാണാനുണ്ടായില്ലേ. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അച്ഛനൊരു റിങ് എടുത്ത് ഇവർക്ക് എറിഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പോൾ ഇവിടെ എന്താ ഗെയിം എന്ന് വെച്ചാൽ അവർ ഓരോ ബോക്സിൻ്റെ ഉള്ളിലും ഐഫോൺ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ റിങ്സ് എടുത്തിട്ട് ഓരോ ബോക്സുമേക്കും എറിയണം. അത് കറക്റ്റായി വീണ് കഴിഞ്ഞാൽ ബോക്സിൻ്റെ ഉള്ളിലത്തെ ഐഫോൺ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് കളിക്കാൻ വേണ്ടി ഏട്ടനെ നൈസായിട്ടൊന്ന് മോട്ടിവേറ്റ് ചെയ്ത് നോക്കി. ഏട്ടാ ഐഫോൺ ഇതാവും പറഞ്ഞ് ശരിയാട്ടോ. ആർക്കും ഇതുവരെ അതിൻ്റെ ഉള്ളിലേക്ക് ഇടാൻ പറ്റിയിട്ടില്ല. അത് ആ കറക്റ്റ് ആ റേഷ്യോയിൽ വന്നിട്ട് വീണില്ലെങ്കിൽ കിട്ടൂല. അപ്പോൾ ഇതെന്തായാലും നടക്കില്ല എന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഞങ്ങൾ അടുത്ത സ്പോട്ടിലേക്ക് പോയി. ഇത് കുറച്ചും കൂടി സിമ്പിളാട്ടോ. ഈ കാണുന്ന ബോട്ട്സില്ലേ, ഈ കാണുന്ന ബോട്ട്സുമ്പോൾ നമ്മളൊരു ബോൾ എറിയും. അതിൻ്റെ താഴെ ഒരു ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ബാസ്ക്കറ്റിൻ്റെ ഉള്ളിലേക്ക് ബോൾ വീണ് കഴിഞ്ഞാൽ നമുക്കൊരു പാവക്കുട്ടീനെ കിട്ടും. എനിക്ക് ഐഫോൺ ആണെങ്കിലും പാവക്കുട്ടി ആണെങ്കിലും കുഴപ്പമില്ല. അതുകൊണ്ട് ഏട്ടനെ മോട്ടിവേറ്റ് ചെയ്ത് ഇത് കളിക്കാൻ വേണ്ടി വിട്ടതാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ജസ്റ്റ് മിസ്സായിപ്പോയി. അങ്ങനെ ഞങ്ങൾ ഗെയിം സെക്ഷൻ മൊത്തം എക്സ്പ്ലോർ ചെയ്തു. പിന്നെ അവിടെ നിന്ന് നേരെ നടക്കുമ്പോൾ ഇവരിങ്ങനെ ഒരു വാട്ടർഫോൾ ക്രീക്ക് പാർക്ക് തീമിൽ ഇങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ലൊരു ഫോട്ടോജീനിക് സ്പോട്ടാണിത്. പണ്ട് ഞങ്ങൾ ബോളിവുഡിൽ പോയപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എക്വറിയം ആയിരുന്നു കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്താ നിങ്ങൾക്ക് അറിയില്ല. കം ലെറ്റ്സ് ഗോ ആൻഡ് സീ. അപ്പം ഞങ്ങൾ പറഞ്ഞ പോലെ എക്വറിയം ഒന്നല്ല, ഇതായിരുന്നു കേട്ടോ സംഭവം. ഒരു ലേസർ ആനിമേഷൻ ആയിരുന്നു. ഞാനിപ്പോൾ ഏകദേശം ചൈന ടൗൺ മൊത്തം കണ്ടു കേട്ടോ. അപ്പോൾ ഇത് കണ്ടേ തന്നെ ഐ എം ലൈക്ക് വെരി ഹാപ്പി സീയിങ് ഓൾ ദിസ് തിങ്സ്. ഇത് ഈ 35 riyal ടിക്കറ്റ്സിന് ഇറ്റ് ഇസ് ഡെഫിനറ്റ്ലി വർത്ത്. കാരണം ഇവിടെ വേറെ എവിടെ പോയാലും ഇതൊന്നും കാണാൻ പറ്റില്ല. ഇത് ഭയങ്കര എന്താ പറയുക, ഒരു വിഷ്വൽ ട്രീറ്റ് എന്നൊക്കെ പറഞ്ഞ പോലത്തെ സ്ഥലമാണ്. ഇറ്റ്സ് ലൈക്ക് ഫുൾ ഓൺ. ഇവിടെ ജിദ്ദയിൽ ഇങ്ങനെ വേറൊരു സ്ഥലം ഞാൻ ആകെ കണ്ടിട്ടുള്ള യാച്ച് ക്ലബ്ബ് മാത്രമാണ് കേട്ടോ. സോ ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി എ മസ്റ്റ് വിസിറ്റ്. ഇത് August 17th വരെ ആയിട്ടുണ്ടാവാം. സോ എന്തായാലും കം വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. ദിസ് ഇസ് സച്ച് എ ഗുഡ് പ്ലേസ് ഫോർ ചില്ലിങ് ഔട്ട്.
അല്ലേ ആന്ന് പറ. നമ്മളിപ്പോ ചൈന ടൗണിൽ നിന്ന് മാറിയിട്ട് വേറെ ഏതോ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ ഇവിടുത്തെ ആർക്കിടെക്ചറുടെ ഡിസൈൻസ് ഒക്കെ ഉണ്ടോ. ദിസ് വിൻഡോ ഡിസൈൻ, ദിസ് ഇസ് കോൾഡ് മുഷ്രിബിയ ഡിസൈൻ. ഇത് പണ്ടത്തെ സൗദി ആർക്കിടെക്ചറാണ്. പിന്നെ അതാ ഈ കാണുന്ന ലോകം മൊത്തം റൈഡ്സ് ആട്ടോ. കുറേ റൈഡ്സ് ഉണ്ട്, വലിയവർക്കും ചെറിയ കുട്ടികൾക്കും എല്ലാവർക്കും പറ്റിയ റൈഡ്സ് ഉണ്ട്. എനിക്ക് ഏതെങ്കിലും ഒരു റൈഡിലെങ്കിലും കയറണം എന്നല്ല അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. സോ ഞങ്ങൾ ബാക്കി എല്ലാ റൈഡ്സ് നോക്കിയപ്പോൾ ഇറ്റ് വാസ് ലൈക്ക് 40-50 റിയാൽ. ജൈൻറ്റ് വീലിലാണെങ്കിൽ 35 റിയാലേ ഉണ്ടായിരുന്നുള്ളൂ. സോ വി ചൂസ് ടു ഗോ വിത്ത് ദിസ് വൺ. ഭയങ്കര ചൂട് ഇതിനപ്പോൾ പിന്നെ 1 മണിക്കൂർ ക്യൂലും വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഐ ഡോണ്ട് റെക്കമെൻഡ് ദിസ്. ഇതിനേക്കാൾ നല്ല കുറേ വേറെ റൈഡ്സ് ഉണ്ട് കേട്ടോ. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ ഓൺ ദിസ്? ക്ഷീണിച്ചിരിക്കുന്നത് ഒരു ഷേക്ക് കുടിക്കുമ്പോ സെറ്റ് ആയിരിക്കില്ല മുത്തേ. ബട്ട് ഐ തിങ്ക് നമ്മൾ ടോപ്പിൽ പോയി കഴിഞ്ഞാൽ ദ വ്യൂ വിൽ ബി നൈസ് ബിക്കോസ് യു ക്യാൻ സീ ദ എൻറ്റയർ സിറ്റി വർക്ക് ഫ്രം ഹിയർ. സോ ഐ തിങ്ക് ദാറ്റ് വുഡ് ബി നൈസ്. അതർ ദാൻ ദാറ്റ് ഇസ് നോട്ട് വർത്ത് ദ പ്രൈസ്. ഇതിൽ മെയിനായിട്ട് ദ ഓൺലി തിങ് ഇസ് ലൈക്ക് യു ക്യാൻ സീ ദ എൻറ്റയർ സിറ്റി വാക്ക് ഫ്രം ഹിയർ. അല്ലാണ്ട് നമ്മളൊരു റൈഡിൽ കയറുന്ന ആ ഒരു ഫീലിംഗ് ഒന്നും കിട്ടുന്നില്ല കേട്ടോ. അത് ഭയങ്കര പതുക്കെയായിരുന്നു അവർ ടേൺ ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ അവതായിപ്പോയി ടിക്കറ്റ് എടുത്തിട്ട്. പക്ഷെ എന്തായാലും പൈസ വേസ്റ്റ് ആക്കണ്ട വിചാരിച്ച് കയറിയതാട്ടോ. അപ്പോൾ അതും കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ അടുത്തുള്ള സ്റ്റേജിൽ അവർ അറബിക് ഡാൻസ് പെർഫോം ചെയ്യാൻ പോകണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ സമയം 8:30 ആയിട്ടുള്ളൂ കേട്ടോ. ആൻഡ് ദ DJ is supposed to be starting at 9:25. അപ്പോൾ അതുവരെ ദി കീപ്പ് ഓൺ ഷോയിങ് ദിസ് കൈൻഡ് ഓഫ് ലേസർ ഷോസ് ഹിയർ. സംഭവം അടിപൊളിയാട്ടോ, കണ്ടിരിക്കാം. So this is a main food hub. അപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോഴത്തേനും we were like very hungry and very thirsty. So we ordered 3 mojitos. അത് കഴിഞ്ഞിട്ട് കഴിക്കാൻ we ordered a cheesy fries and then 3 chicken shawarmas. നമ്മളിത് ഓർഡർ ചെയ്തത് അബവ് ഷവർമയെന്നാട്ടോ. നോർമലി ഇവരുടെ ഔട്ട്ലെറ്റിലത്തെ ഷവർമയൊക്കെ നല്ല ടേസ്റ്റാണ്. പക്ഷെ ഇന്ന് കിട്ടിയ ഷവർമ എന്തോ വലിയ ടേസ്റ്റ് ഉണ്ടായില്ല. ഇറ്റ് വാസ് ലൈക്ക് ഓക്കേഷ്. പക്ഷെ അതിൻ്റെ ഒപ്പം ഓർഡർ ചെയ്ത ചീസി ഫ്രൈസ് ഇല്ലേ, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. So by this time we were like really tired. സമയം ഏകദേശം 9 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. But then we thought like ഒരു 20 മിനിറ്റും കൂടി ഇരുന്ന DJ കാണാമല്ലോ വിചാരിച്ചിട്ട് we waited for the DJ to start. സോ DJ ഒക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഇവിടെ എത്ര വൈബുണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായി. അപ്പോൾ അങ്ങനെ ഏകദേശം ഒരു 10 മണിക്ക് ആയപ്പോൾ നമ്മൾ DJ ഒക്കെ കണ്ടിട്ട് പിന്നെ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി. നടന്ന് ടയർഡായി കഴിച്ചു. ഇനി അങ്ങനെയെങ്കിലും വീട്ടിൽ പോയിട്ട് കിടന്ന് ഉറങ്ങിയാൽ മതി. ഏകദേശം 10 മണി ആയിട്ടുണ്ട്. ഭയങ്കര ടയർഡായി. നടന്ന് കുറേ നടക്കാനുണ്ട് കേട്ടോ. ഇപ്പോഴും ഫുള്ളി കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരു പോർഷൻ മാത്രമേ ഫുൾ കവർ ചെയ്തിട്ടുള്ളൂ. നെക്സ്റ്റ് സൈഡ് ഇനിയും കവർ ചെയ്യാനുണ്ട്. പക്ഷെ അത് കവർ ചെയ്യാനുള്ള കാണില്ല. ദ പ്ലേസ് ഇസ് ആക്ച്വലി വർത്ത് വിസിറ്റിംഗ്. യു ക്യാൻ ആക്ച്വലി കം ഹിയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആൻഡ് എൻജോയ് യുവർ വീക്കെൻഡ്സ്. ഓക്കെ.